شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ മുസമ്മിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത്. 5-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഇന്ന നിശ്ചയമായും നമ്മൾ, സനുൽഖി നമ്മൾ അവതരിപ്പിച്ചു തരും, നമ്മൾ ഇട്ടുതരും, അലൈക അങ്ങയുടെ മേൽ, അല്ലെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും നമ്മൾ അവതരിപ്പിക്കും. എന്ത്? ഖൗലൻ ഒരു വചനം, സഖീലൻ ഭാരമുള്ള. നിശ്ചയമായും അങ്ങേക്ക് ഭാരമുള്ള വചനങ്ങൾ നമ്മൾ അവതരിപ്പിച്ചു തരുന്നതാണ്. പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. വഹീനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. വഹീ കനമുള്ളതാണ്. സഖീൽ എന്ന് പറഞ്ഞാൽ കനമുള്ളത്. സഖൂല എന്ന അറബിയിൽ പറഞ്ഞാൽ ഭാരമുള്ളതായി, കനമുള്ളതായി എന്നൊക്കെയാണ്. സഖീലുൻ കനമുള്ളത്, ഭാരമുള്ളത്. ഇന്നാ സനുൽഖി, തജ്വീദൊക്കെ ശ്രദ്ധിക്കണം. ഇന്ന ശരിക്ക് മണിച്ചിട്ട് ഇത് ആം ചെയ്യണം. ഖൗലൻ സഖീല അല്ലേ? തൻവീൻ്റെ ശേഷം സാ ആണ് വന്നത് അല്ലേ? ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിക്കണം. ഖൗലൻ സഖീല, ഖൗലൻ സഖീല എന്നല്ല ഓതേണ്ടത്. ഒക്കെ ഓർമ്മയുണ്ടാവും. സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നിശ്ചയമായും ഭാരമുള്ള വചനം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തരാൻ പോകുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഖുർആൻ നമുക്കറിയാലോ. നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് വെച്ചത് എങ്കിൽ ആ മല പേടിച്ച് വറച്ച് തരിപ്പണമായിരുന്നു എന്നൊക്കെ ഖുർആൻ തന്നെ ഉണ്ട്. ആ പരിശുദ്ധ ഖുർആനാണ് ഒരു മനുഷ്യനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ എത്രമാത്രം പ്രയാസം ഉണ്ടാവും, എത്ര കനം ഉണ്ടാവും അതിന്, എത്ര കനമുണ്ടാവും വഹീന്, എത്ര പ്രയാസപ്പെടുന്നുണ്ടാവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീ വരുമ്പോൾ. അല്ലാഹു തആല തന്നെ വ്യക്തമാക്കി പറയുന്നത് അതാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമുള്ള വാക്കുകൾ. വഹീ ഇറങ്ങുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥകൾ വിവരിക്കുന്നുണ്ട് സഹാബത്ത് പല ഹദീസുകളിലും. എത്ര കൊടും തണുപ്പുള്ള സമയമാണെങ്കിലും നെറ്റിയിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ ഉതിർന്ന് വീഴുന്നുണ്ടാവും. അത്രയും ഭാരം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അത് വരുന്നത് പല രൂപങ്ങളിലാണെന്നുണ്ടാവും. മണിയടിക്കുന്നത് പോലുള്ള ശബ്ദം. സുബ്ഹാനല്ലാഹ്. വല്ലാത്ത പ്രയാസമാവുന്ന സമയം അതാണ്. അവിടുത്തെ ശരീരത്തിന് ഭാരം കൂടും, ശരീരത്തിന് ചൂട് വരും. തണുപ്പ് ദിവസങ്ങളിൽ വരെ വിയർക്കും. സുബ്ഹാനല്ലാഹ്. ആ വഹി ഇറങ്ങുന്ന ആ സംഗതി നന്നായി മനഃപ്പാഠമാകും. വഹി അവസാനിച്ചു കഴിഞ്ഞാൽ അതുവരെ ഇറങ്ങിയത് മുഴുവൻ ഹബീബാ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മനഃപ്പാഠമായിട്ടുണ്ടാവും, അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയാൽ പ്രയാസപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെടുമായിരുന്നു. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, തണുപ്പുള്ള രാത്രിയിൽ വരെ വേർത്തൊലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വഹി ഇറങ്ങിയതുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല അവസരങ്ങളിലും വഹി ഇറങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ യാത്രയുടെ അവസരങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്, വാഹനപ്പുറത്തിരിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട്. വാഹനപ്പുറത്തിരിക്കുന്ന സമയത്താണ് വഹി ഇറങ്ങുന്നതെങ്കിൽ ആ മൃഗം ഇരിക്കുന്നതാണ് അവിടെ.
അതിൻ്റെ കൈയും കാലൊക്കെ കുഴഞ്ഞു പോകുന്നു. എന്നിട്ട് അത് കാണുന്ന ആളുകൾ സഹാബികൾ പറയണം, ആ മൃഗത്തിൻ്റെ കൈയോ കാലൊക്കെ ആകെ കുഴഞ്ഞ് കഴിഞ്ഞാൽ നീച്ചാൻ പറ്റൂലേ, നടക്കാൻ പറ്റൂലേ എന്ന രൂപത്തിൽ അത് അങ്ങനെ ഇരിക്കും എന്ന് വരെ ഞങ്ങൾക്ക് തോന്നിപ്പോവും. ചിലപ്പോൾ അത് മുട്ടുകുത്തും. സുബ്ഹാനല്ലാഹ്. അത് ആ മൃഗം വരെ പ്രയാസപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രയാസപ്പെടുന്നുണ്ടാവും. തങ്ങളിരിക്കുന്ന ആ മൃഗത്തിന് അത്രയും പ്രയാസമാണെങ്കിൽ ആ വഹി കിട്ടുന്ന സമയത്ത് ഹബീബിന് എത്ര വിഷമമുണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര പ്രയാസം ഉണ്ടാവും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ അവർക്കത് നേരിട്ട് കണ്ടനുഭവിച്ച ആളുകളാണ്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല, ഭാരമുള്ള വാക്കുകൾ അങ്ങേക്ക് നമ്മൾ അവതരിപ്പിച്ചു തരും. അതൊക്കെ നമുക്ക് വേണ്ടി സഹിച്ച പ്രയാസങ്ങളാണല്ലേ. എത്രയോ പ്രയാസങ്ങൾ ഹബീബ് സഹിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പറഞ്ഞുതരാനും നമ്മളെ ഹിദായത്തിലാക്കാനും നമ്മളെ കാര്യം രക്ഷപ്പെടുത്താനും അല്ലേ അപ്പോൾ ആ ഇടങ്ങറൊക്കെ. മുമ്പ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സർവ്വ തെറ്റുകളും പൊറുക്കപ്പെട്ട എല്ലാ നിലക്കും ക്ലിയറായ സ്വർഗം ഉറപ്പായ ഈ ഭൂമി ലോകം പടക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖായ അഅ്ളമുൽ മഖ്ലൂഖാത്തായ ആ ഒരു ഹബീബിന് എത്രയും പ്രയാസപ്പെട്ട കാര്യം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേണ്ടി മെനക്കെട്ടതാണ്, നമുക്ക് വേണ്ടി ഇടങ്ങാറായതാണ്, നമുക്ക് വേണ്ടി സഹിച്ചതാണ്. ആ ഒരു കടപ്പാടും ബഹുമാനം നമ്മൾ കാണിക്കണം എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കടമ. സുന്നത്തുകൾ അനുസരിച്ച് നടക്കുക, അവിടുത്തെ സ്നേഹം വെക്കുക, റബീഉൽ അവ്വലിന് മാത്രം കൊട്ടിപ്പടഞ്ഞ് പാടി നീച്ച് മണ്ടുന്ന ആൾക്കാരുണ്ട് നമ്മൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജസിഹി അന്നാ അഫ്ളല മാ ജാസൈത ബിഹിൻ നബി അൻ ഉമ്മത്തിഹി റബ്ബൽ ആലമീൻ. നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു ദുആയാണത്. അല്ലാഹു ആ ഒരു പ്രവാചകന്, ആ ഒരു നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഏറ്റവും നല്ല പ്രതിഫലം നൽകണമേ. ഏത് നബിക്കും കൊടുത്ത പ്രതിഫലത്തേക്കാൾ ഹയറായ പ്രതിഫലം ആ നബിക്ക് കൊടുക്കണമേ. ഉമ്മത്തിനേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഉമ്മത്തിന് ചെയ്ത സേവനങ്ങൾക്ക് നീ ഏത് നബിക്ക് കൊടുക്കുന്ന എന്തൊക്കെ പ്രതിഫലമുണ്ടോ അതിലേറെ പ്രതിഫലങ്ങൾ ഞങ്ങളെ തൊട്ട് ഞങ്ങളുടെ ഹബീബായ നബിക്ക് നീ നൽകണമേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജസിഹി അന്ന അഫ്ളല മാ ജാസൈത ബിഹിൻ നബി അൻ ഉമ്മത്തിഹി റബ്ബൽ ആലമീൻ. ദലായിലുൽ ഖൈറാത്തിലൊക്കെ സ്വലാത്തിൻ്റെ ഇടയിൽ ഈ ഒരു ദുആ മഹാനവറുകൾ അതുണ്ടാക്കിയ മഹാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ശീലിക്കുക. എത്ര ദുആ ചെയ്താലും മതിയാവും, എത്ര പ്രയാസപ്പെട്ടാലും എങ്ങനെയൊക്കെ നബിക്ക് വേണ്ടി ചോദിച്ചാലും മതിയാവും, എത്ര വസീലയും ഫളീലയും ചോദിച്ചാലും മതിയാവും, എല്ലാം. എന്നിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആർക്കും മടിയുണ്ടോ? പാടില്ല. ദുആ ചെയ്യണം, വസീലയും ഫളീലയും ചോദിക്കണം. എപ്പോഴും അവിടത്തേക്ക് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലണം, അവിടുത്തെ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ ദുആ കൊണ്ട് അവിടുത്തെ ഗുണം കൂടിയിട്ടല്ല, നമ്മളെ കാര്യം രക്ഷപ്പെടാനാണ്. അള്ളാഹു അവിടത്തോടൊപ്പം നമ്മളെ സ്വർഗത്തിൽ കൂട്ടിത്തരട്ടെ, ആമീൻ. ആ ശഫാഅത്തിന് നമ്മൾ അർഹരാക്കി തരട്ടെ, ആമീൻ. അവിടുത്തെ കൈകൊണ്ട് ഒരു കപ്പ് വെള്ളമെങ്കിലും ഹൗദുൽ കൗസറിന് കുടിക്കാൻ തൗഫീഖ് ഉണ്ടാകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനവിടെ ഉണ്ടാവും, നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഞാനവിടെ ഉണ്ടാവും, നിങ്ങൾ വരണം, നിങ്ങളെ അവിടെ കാത്തുക്കും ഹൗദൻ കരയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹുവേ ഞങ്ങൾക്ക് തന്നെ തൗഫീഖ് തരാൻ റബ്ബേ. കണ്ടിട്ടില്ല, സ്വപ്നങ്ങളത്തിലെങ്കിലും കാണിച്ചു തരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നമ്മളെ യോഗ്യത അല്ല, എന്നാലും ചോദിക്കാലോ, ഞങ്ങൾക്ക് നീ നൽകണ റഹ്മാനെ. ആട്ടെ, പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു അവസരത്തിലാക്കാം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല. പല വിധേനയും ഈ ഖൗലൻ തഖീൽ, ഈ വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നാണ്. പല രൂപത്തിലുണ്ടായിരുന്നു. ഒന്ന്, അല്ലാഹു തആല എന്താണ് പറയുക, ഈ വഹി മുഹമ്മദ് നബിക്കെന്ന് മാത്രമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കൾക്കൊക്കെ വഹി കൊടുക്കുന്നത് പല രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അങ്ങനെ പല രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല നേരിട്ട് സംസാരിക്കും ഒരു മറയുടെ അപ്പുറത്ത് നിന്ന്. അതൊരു വഹിയാണ്. അത് എന്നുണ്ടായത് മേറാജിൻ്റെ അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. മേറാജിൻ്റെ അന്ന് അവിടെ പോയിട്ട് സംസാരിച്ചതല്ലേ, അള്ളാഹുവിന് മുമ്പ് പോയിട്ട് സംസാരിച്ചതല്ലേ. മറയുണ്ട്, അല്ലാഹു തആല നേരിട്ട് സംസാരിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്തായിരിക്കില്ല രംഗം മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് അള്ളാഹിൻ്റെ അടുത്ത് എത്തിയിട്ടും ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഭൂമിക്ക് വന്നു. ആരെങ്കിലും റബ്ബിൻ്റെ അടുത്ത് എത്താൻ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? സ്വർഗത്തിലെത്തി ആരെങ്കിലും പിന്നെ ഇങ്ങോട്ട് പോരുമോ? ഇത് സാക്ഷാൽ തമ്പുരാനെ മുമ്പിലെത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. നമ്മളാലോചിച്ചിട്ട് പോകുന്നു, എനിക്കവിടെ കുറച്ച് ഡ്യൂട്ടി ഉണ്ട്, എൻ്റെ ഉമ്മത്ത് അവിടെ ഉണ്ട്, അവരെ ഞാൻ കൈവടിയാൻ പാടില്ല, അവരെ വെറുതെ ആക്കാൻ പാടില്ല.
അവർക്കും കൂടി പോയിട്ട് ഈ ഒരു സുഖം പറഞ്ഞു കൊടുക്കണം. റബ്ബിനോട് മുനാജാത്ത് നടത്തിയതിൻ്റെ രസം അവർക്കും കൊടുക്കണം. നിസ്കാരം കൊണ്ടുവന്നു അല്ലേ, അള്ളാഹു തന്നനുസരിച്ച് നമുക്ക് ഫർളാക്കി നമ്മൾ കൊണ്ടുവന്ന് തന്നു. നിങ്ങളും ഞാൻ അനുഭവിച്ച മുനാജാത്തിൻ്റെ രസം എൻ്റെ ഉമ്മത്തും അനുഭവിക്കണം. അവിടുന്ന് തിരിച്ചു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അവിടെ വഹി കൊടുത്തത് അതൊരു വഹിയാണ്, നേരിട്ട് സംസാരിച്ചു. അപ്പോൾ നേരിട്ട് സംസാരിക്കും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പറയാൻ ഈ വിഷയങ്ങളൊക്കെ നിരവധി വിശദീകരിച്ച് പറയാനുള്ള വിഷയങ്ങളാണ്. അപ്പോൾ വഹീൻ്റെ ഒരു രൂപമാണ് പറഞ്ഞ തക്ലിമുല്ലാഹി തആല മുബാശറത്തൻ, നേരിട്ട് അള്ളാഹു സംസാരിക്കും, മിൻ വറാഇ ഹിജാബിൻ. രണ്ടാമത്തത് അന്നഫസു ഫി റൂഹ്, എന്താണ് പറയുക, ഒരു ഊത്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഖൽബിൽ ഇട്ട് കൊടുക്കുന്ന ഒരു സംഗതി, ഖൽബിൽ തോന്നിപ്പിച്ചു കൊടുക്കും. അള്ളാഹു എന്താണ് വഹയി അറിയിക്കാൻ ഉദ്ദേശിച്ചത് അത് ഖൽബിൽ അള്ളാഹു തആല ഇട്ട് കൊടുക്കുന്ന ഒരു രീതി. സൂറത്തു ശൂറയിൽ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല ഈ വിഷയമൊക്കെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയുഹി ബിഇദ്നിഹി മാ യശാ ഇന്നഹു അലിയ്യുൻ ഹകീം. അള്ളാഹു തആല വഹയി അറിയിക്കുന്ന വിവിധ രൂപങ്ങൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് സംസാരിക്കുക, അതല്ലെങ്കിൽ ഒരു റസൂലിനെ ഒരു ദൂതനെ അയച്ചുകൊണ്ട് പറയുക. അതുപോലെ തന്നെ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കൽബിൽ അള്ളാഹു വഹയി അറിയിക്കാണ്, കൽബിന് ഇട്ട് കൊടുക്കുക, തോന്നിപ്പിച്ചു കൊടുക്കുക, ഊതി കൊടുക്കുക എന്നൊക്കെ പറയാം. പിന്നെ മൂന്നാമത്തെ വഹയിൻ്റെ രൂപമാണ് റുയ സാദിഖ, സത്യസന്ധമായ സ്വപ്നങ്ങൾ. റുയ സാദിഖ, സത്യസന്ധമായ സ്വപ്നങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ വഹയിൻ്റെ രൂപം ഇതായിരുന്നു എന്നാണ്. അവ്വലു മാ ബുദിഅ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ വഹയി അർ-റുയ സ്വാലിഹത്തു ഫിൻ നൗം. വഹയിൻ്റെ ഗണത്തിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത് സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങൾ കാണുന്നത് അതുപോലെ പുലരും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അമ്പിയാക്കൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഹക്കായിരിക്കും, അത് വഹയായിരിക്കും എന്നാണ്. പിന്നെ അറാഫിൽ മനാമി അന്യ അദ്ബഹുക എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നത്തിൽ കണ്ടത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമോട് പറഞ്ഞില്ലേ, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു വഹയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, സ്വപ്നത്തിലൂടെ കൊടുത്തതാണ്. അപ്പോൾ 3 രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നാലാമത്തെ രൂപം ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന, അതായത് ഒരു ദൂതനെ അയച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, വഹി എത്തിച്ചു കൊടുക്കും അല്ലേ. അതാണ് അതിലെ നാലാമത്തെ രൂപം. ഏറ്റവും കൂടുതൽ പിന്നെ ഇങ്ങനെ സംഭവിച്ചതും ഇങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ആ വരവ് തന്നെ അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം വരുമ്പോൾ, അത് ദൂതന്മാർ വരുമ്പോൾ തന്നെ അത് പല രൂപങ്ങളിലുണ്ടാവും എന്നതാണ് ഇനി അത് സംബന്ധമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.